ഹലോ ഗൈസ്, അപ്പോൾ ഒരു ഇൻട്രോ ഇല്ലാതെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഞങ്ങൾ അമ്പലത്തിലാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് പകുതി വെച്ച് ആലോചിച്ചത് ഒരു വീഡിയോ എടുത്താലോ എന്ന്, അങ്ങനെ എടുക്കുന്നൊരു വീഡിയോ ആണ് ഇത്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ അമ്പലത്തിൽ പോകുന്നത്. ഫസ്റ്റ് ടൈം ആ അമ്പലത്തിലല്ല, ഏട്ടൻ്റെ കൂടെ ഫസ്റ്റ് ടൈമാണ് ഈ അമ്പലത്തിൽ പോകുന്നത്. ഞാനിപ്പോൾ സെക്കൻഡ് ടൈമാണ് പോകുന്നത് അമ്പലത്തിൽ, പക്ഷേ ഏട്ടൻ്റെ കൂടെ പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാനും ഏട്ടനും കൂടി രാവിലെ അമ്പലത്തിലേക്ക് പോകട്ടെ. നല്ലൊരു സൺറൈസും അതുപോലെ തന്നെ നല്ലൊരു ചെറിയൊരു കോടയൊക്കെ ആയിട്ട് നമ്മളൊരു 7 മണി ടൈം ആയിട്ടുണ്ടാവും. ആ ടൈമിലാണ് അമ്പലത്തിൽ പോകുന്നത്. ഈ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ വലിയൊരു പൈനാപ്പിൾ കൃഷിയുണ്ട് കേട്ടോ. ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ വലിയൊരു പൈനാപ്പിൾ കൃഷിയാണ്. ഒരുപാട് പൈനാപ്പിൾ ഉണ്ടായിട്ടും ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലായിട്ട് റബ്ബറും നട്ടിട്ടുണ്ട്. ഇടവിള കൃഷി എന്തോ ആണ് ഇത്. അപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ എൻഡിങ്ങാണ് നമ്മുടെ തോട്ടത്തിൻ്റെ എൻഡിങ്ങാണ് നമ്മുടെ അമ്പലം. അപ്പോൾ ഒരുപാട് ഞാനിങ്ങനെ അമ്പലത്തിനെ പറ്റി പറയണത് എന്താണെന്ന് വെച്ചാൽ, ആ അമ്പലത്തിന് നല്ലൊരു ബ്യൂട്ടി ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ബ്യൂട്ടി. കാരണം വെച്ചാൽ നല്ലൊരു ഫ്രണ്ടിൽ തന്നെ, അമ്പലത്തിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു കുളം. ഒരുപാട് മോഡിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അമ്പലത്തിൽ. ചെറിയൊരു അമ്പലമാണ്, പക്ഷേ എന്തോ ഒരു വൈബ് അത് ആ അമ്പലത്തിലുണ്ട് കേട്ടോ. അടിപൊളിയാണ്. എനിക്ക് ഈ ഒരു അമ്പലത്തിൽ വന്നപ്പോൾ ഈ ഒരു പരിസരമൊക്കെ ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ട്. കാരണം കുറേ നേരം അവിടെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല അത്രേ. നമുക്കൊരു സ്ഥലം വരെ പോണത് കൊണ്ട് നമ്മൾ വേഗം തന്നെ തൊഴുത് അവിടുത്തെ വഴിപാടെല്ലാം കഴിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി. വീണ്ടും കുറച്ച് നേരം ആ അമ്പലത്തിൻ്റെ കുളത്തിലൊക്കെ അവിടെയൊക്കെ നോക്കി നിന്നിട്ട്, പിന്നെ നല്ല പച്ച വെള്ളമല്ലേ അമ്പലത്തിൻ്റെ ആ കുളത്തിലെ വെള്ളം. അങ്ങനെ ആ വെള്ളത്തിലൊക്കെ നോക്കിയിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു കുട്ടിക്ക് ചോറൂണുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. നേരെ നമ്മൾ അടുത്തൊരു അമ്പലമുണ്ട്, വേറൊരു അമ്പലം. ആ അമ്പലത്തിലേക്ക് പോന്നിട്ടോ. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ നമ്മുടെ ശിവഭഗവാനും പാർവതി ദേവിയാണേ. നമ്മളിപ്പോൾ പോയോടത്ത് ഭുവനേശ്വരിയും അയ്യപ്പസ്വാമിയാണ് പ്രതിഷ്ഠ. അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിലും ഒരു പ്രത്യേകതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതും സെയിം തന്നെ ഭയങ്കര ഒരു നാച്ചുറാലിറ്റിയാണ് കേട്ടോ. ഫുൾ സൈഡും പച്ചപ്പ്. എന്താ പറയുക, നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാണ് പോസിറ്റീവ്. കാരണം അമ്പലത്തിൽ വരുമ്പോൾ എന്താ പറയുക, ആ പച്ചപ്പും ആ ഒരു ചന്ദനത്തിൻ്റെ മണവും ചന്ദനത്തിരിയുടെ മണം, അങ്ങനെ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി ഒരു ദിവസത്തിൻ്റെ. അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിലൊക്കെ പോണത്. അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുന്ന ആ പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് തന്നെയാണ് എന്താ പറയുക അമ്പലത്തിൽ പോകണതും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാൻ ഏട്ടൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് അമ്പലത്തിൽ പോകാം എന്നുള്ള ഒരു വാക്ക്. പക്ഷേ ഏട്ടനാണെങ്കിൽ വളരെ ഇങ്ങനെ പുറകോട്ടാണ് ആ കാര്യത്തിൽ കുറച്ച്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഞായറാഴ്ച കുറേ നാൾക്ക് ശേഷം കേട്ടോ, കല്യാണം കഴിഞ്ഞ് ഇത്രയായിട്ട് കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നത് തന്നെ. അങ്ങനെ ഇവിടുത്തെ അമ്പലത്തിലുള്ള എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി. ഇതാണ് നമ്മുടെ ശ്രീകോവിൽ കേട്ടോ. ഇവിടെയാണ് ശിവനും പാർവതി ഇരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞൊരു പ്രത്യേകത വേറെ. കാരണം പാറയാണിത്. പാറയുടെ ഉള്ളിലാണ് ആ അമ്പലം. ചെറിയൊരു ഇതുപോലെ കുളം പോലത്തെ സെറ്റപ്പ്. പക്ഷേ ഇത് പാറക്കല്ല, വലിയൊരു പാറക്കല്ല് കൊത്തിയെടുത്ത് അതിങ്ങനെ എന്താ പറയുക ഒരു പോട്ട് പോലെ. പക്ഷേ നല്ല രസമുണ്ടല്ലേ, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞാനും ഏട്ടനും കൂടി നേരെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ബൈ ബൈ. ഓക്കേ.